നമ്മുടെ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ഓരോ ക്ലാസ്സുകളും ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ്. ഒരു സെന്റൻസിൽ മെയിൻ വെർബിനെ സഹായിക്കുന്ന ജോലിയാണ് സഹായക ക്രിയയ്ക്കുള്ളത്. അതായത് ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലിയറി വെർബ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്സിലിയറി വെർബ്, ഹെൽപ്പിംഗ് വെർബ്, സഹായക ക്രിയ, ഇവ മൂന്നും ഒന്ന് തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വഴിയെ ഇവയെക്കുറിച്ച് പഠിക്കുന്നതാണ്. ഓക്സിലിയറി വെർബ് 3 തരമുണ്ട്. പ്രൈമറി ഓക്സിലിയറി വെർബ്, മോഡൽ ഓക്സിലിയറി വെർബ്, സെമി മോഡൽ ഓക്സിലിയറി വെർബ്. പ്രൈമറി ഓക്സിലിയറി വെർബിന്റെ ഉപയോഗമെന്ന് പറയുന്നത്, സെന്റൻസുകൾ തയ്യാറാക്കുമ്പോൾ അതിൽ ഇവയെ മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാം, ഹെൽപ്പിംഗ് വെർബായിട്ടും ഉപയോഗിക്കാം. അടുത്ത് മോഡൽ ഓക്സിലിയറി വെർബിനെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല, ഹെൽപ്പിംഗ് വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് സെമി മോഡൽ ഓക്സിലിയറി വെർബ് എന്ന് പറഞ്ഞാൽ ഇവയെ മോഡൽ ഓക്സിലിയറി വെർബുകളായിട്ടും ഉപയോഗിക്കാം, കൂടാതെ മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാം. ചില നിയമങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. പ്രൈമറി ഓക്സിലിയറി വെർബിൽ വരുന്നതാണ് ഡു, ഡസ്, ഡിഡ്, ആം, ഈസ്, ആർ, വാസ്, were, have, has, had. അടുത്ത് മോഡൽ ഓക്സിലിയറി വെർബിൽ വരുന്നതാണ് will, would, shall, should, can, could, may, might, must. അടുത്ത് സെമി മോഡൽ ഓക്സിലിയറി വെർബിൽ വരുന്നതാണ് need, dare, ought to, used to. ഇപ്പോൾ ആരും ഇവയെക്കുറിച്ച് ചിന്തിച്ച് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾ വഴിയെ സിമ്പിളായിട്ട് തന്നെ ഇവയെല്ലാം പഠിക്കുന്നതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഈ 4 തരം സെന്റൻസുകളൊന്ന് നോക്കാം. ഞാനിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് നൗ. അടുത്ത് ഞാനിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയല്ല. ഐ ആം നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് നൗ. അടുത്ത് നിങ്ങളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണോ? ആർ യു പ്ലേയിങ് ക്രിക്കറ്റ് നൗ? അടുത്ത് നിങ്ങളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയല്ലേ? ആർന്റ് യു പ്ലേയിങ് ക്രിക്കറ്റ് നൗ? ഒന്നുകൂടി പറയാം. ഞാനിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് നൗ. അടുത്ത് ഞാനിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയല്ല. ഐ ആം നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് നൗ. അടുത്ത് നിങ്ങളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണോ? ആർ യു പ്ലേയിങ് ക്രിക്കറ്റ് നൗ? അടുത്ത് നിങ്ങളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയല്ലേ? ആർന്റ് യു പ്ലേയിങ് ക്രിക്കറ്റ് നൗ? ഞാൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഐ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. നിങ്ങൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഡു യു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറില്ലേ? ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? ഒന്നുകൂടി പറയാം. ഞാൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഐ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. നിങ്ങൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഡു യു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറില്ലേ? ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെന്റൻസുകൾ തന്നെയാണ്, പക്ഷേ സബ്ജക്റ്റുകൾ മാറ്റണം. അതുപോലെ ചില സബ്ജക്റ്റുകൾ മാറ്റുമ്പോൾ അവയിൽ വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് അറിയാമല്ലോ. ചില സബ്ജക്റ്റുകൾ മാറ്റുമ്പോഴുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഈ ചാനലിലെ ക്ലാസുകൾ ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള സെന്റൻസുകൾ
സബ്ജക്റ്റുകളും വെർബുകളും മാറ്റി മാറ്റി പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയം ഇവയൊക്കെ പെട്ടെന്ന് നമ്മുടെ വായിൽ വരികയുള്ളൂ. ഇവയുടെ നിയമങ്ങളെക്കുറിച്ചെല്ലാം ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അടിത്തറയാണ് ആദ്യം ക്ലിയറായി പഠിക്കേണ്ടത്. തീർച്ചയായും അത് ക്ലിയറായി പഠിക്കാൻ സാധിക്കും. അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. ഈ അടിത്തറ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് കുറച്ച് നൗണുകളൊക്കെ സിംഗുലറിൽ നിന്നും പ്ലൂറലാക്കാൻ അറിയാമെങ്കിൽ അത് മാത്രം മതി. ബാക്കിയുള്ളവ തുടർന്ന് പഠിക്കുമ്പോൾ നന്നായി മനസ്സിലാകും. ഓക്കേ.